എവരിവൺ വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂവി റിവ്യൂ എന്നല്ല. പക്ഷേ മൂവി റിവ്യൂവിൽ മിക്ക ആൾക്കാരും പരാതി പറയുന്ന ഒരു കാര്യമാണ്, ബ്രോ മൈക്കില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റയിലും പേഴ്സണലായിട്ട് മെസ്സേജ് പറയുന്ന ഒരു കാര്യമാണ്, മൈക്കില്ലാത്തതിൻ്റെ ഒരു കുറവ് വീഡിയോയിൽ ഉണ്ട്. അതായത് നമ്മൾ മൂവി റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മൈക്കില്ലാത്തതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി കുറവ് കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പരാതി അങ്ങനെ എന്താ പറയുക സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ മൈക്കില്ലാണ്ട് ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ മൂവി റിവ്യൂ അല്ല എന്ത് കാര്യം സംസാരിക്കുകയും എന്തുമാത്രം ക്വാളിറ്റി ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ തന്നെ മൈക്കില്ലാണ്ട് സംസാരിക്കുകയും എന്തുമാത്രം ക്വാളിറ്റി ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ അങ്ങനെ അവിടെ സെറ്റാക്കിയിരിക്കുന്നത് ഗ്രനറോ, അതായത് വൺ ഓഫ് ദി ടോപ്പ് ബ്രാൻഡായ, അത്യാവശ്യം നല്ല ബ്രാൻഡായ മൈക്കിൻ്റെ ബ്രാൻഡായ ഗ്രനറോ വയർലെസ് മൈക്രോഫോണാണ് ഗ്രനറോ ബ്രാൻഡ്. നമുക്കിവിടെ മോഡൽ വരുന്നത് S12 കളർ ബ്ലാക്ക് ആണ്. ഈ ഒരു മൈക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഏകദേശം 3 ലെവലോളം വരുന്നുണ്ട്. HD സൗണ്ട് ക്വാളിറ്റിയും പിന്നെ 3 ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് റിവേർബ് മോഡും പിന്നെ ലോങ് ബാറ്ററി ലൈഫ്, പോർട്ടബിൾ ആൻഡ് വൈഡ്ലി കമ്പാറ്റബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ഓൾറെഡി ഈ ഒരു മൈക്ക് അൺബോക്സ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അൺബോക്സ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ മൈക്ക്. എന്താ പറയുക, ഈ ഒരു ബോക്സിൽ നമുക്ക് വരുന്ന മെയിനായിട്ട് ഇത് ചാർജറാണ്. ചാർജർ, അതായത് നമ്മൾ ചാർജറിൻ്റെ അഡാപ്റ്ററിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു സിഗ്നൽ കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഉണ്ട്, അത് കാണിക്കും, ലൈറ്റ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പോഞ്ച് ഹെഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇതാണ് മൈക്ക്, ഇതോടെയാണ് നമ്മൾ സംസാരിക്കുക. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ എന്താ പറയുക ബനിയനുമോ ഷർട്ടുമോ കാര്യങ്ങളൊക്കെ വെക്കുക മൈക്ക്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സിൽ തന്നെ അവർ തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഉണ്ട് ചാർജ് ചെയ്യാനുള്ള കേബിളും പിന്നെ ഒരു സ്പോഞ്ച് ഹെഡ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരു സ്പോഞ്ച് ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ സാധിക്കും നമുക്ക്. അഥവാ ഇത് എനിക്ക് തോന്നുന്നു ഇത് കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഇത് വെക്കാം, ഈ ഒരു സ്പോഞ്ച് ഹെഡ് വെക്കാൻ തരത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത്. സിംഗിൾ ടൈപ്പ് ചാനലാണ്, ഡ്യുവൽ അല്ല, സിംഗിളാണ്. പിന്നെ USB ടൈപ്പാണ് ഈ ഒരു ചാർജിങ് സ്പോട്ട് വരുന്നത്. കണക്ടിവിറ്റി ടെക്നോളജി, പിന്നെ റെക്കോർഡിംഗ്, സ്ട്രീമിംഗ്, വ്ളോഗിങ്, ഇതിനെല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് മൈക്കും കാര്യങ്ങളാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മൈക്കില്ലാതെ എൻ്റെ വോയിസിൻ്റെ ക്ലാരിറ്റി എന്തോരം ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ 3-4 റിവ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും, കൂടുതൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതായത് മൈക്ക് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എത്രമാത്രം ക്ലിയർ ആയിട്ടാണ് കേൾക്കാവുന്നത്, അതിനകത്ത് കൂടുതൽ ക്ലിയർ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ റിവ്യൂ, അതായത് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, ഇത് ഓടുന്നുണ്ടോ, ഇത് അടിപൊളിയാണ് ഈ പ്രൊഡക്റ്റ്, ഈ ഒരു സംസാരിക്കുന്ന സമയത്ത് ഇനിയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇനി വരും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇഷ്ടംപോലെ ഇനിയും ഹൈപ്പുള്ള പടങ്ങൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ വരാറുണ്ട്. പ്രത്യേകിച്ച് മാർച്ച് 19 തന്നെ ആട് 3, പിന്നെ ടോക്സിക് മാറ്റി വെച്ചു ജൂണിലേക്ക്, പിന്നെ ദുരന്തർ 2, പിന്നെ യൂത്ത്, പിന്നെ ഉസ്താദ് ഭഗവത്, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോളിൻ്റെ പ്രതിച്ഛായ, പിന്നെ ഏപ്രിൽ തന്നെ ദൃശ്യം 3 തന്നെ ഏറ്റവും ഹൈപ്പുള്ള ഒരു പടം 2026 തന്നെ, പിന്നെ വാഴ 2, പള്ളി ചട്ടമ്പി, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ ഇനി വരുന്നതാണ്. അപ്പോൾ ആ ഒരു എല്ലാ സിനിമകളുടെ റിവ്യൂസുകളും നമ്മൾ ഇനി മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും എത്രമാത്രം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.